സുചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. മൂന്ന് പാർട്ടികളും പ്രചാരണത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാൻ കഴിയില്ല. CPM, BJP രണ്ടുപേരും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. BJP അവർക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ആശാനാഥാണ് പ്രചാരണത്തിന്റെ ഫ്രണ്ടിൽ വാഹനജാഥയുമായി മുന്നിലേക്ക് പോയത്. അതേസമയം CPM ആണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് വന്ന ആ ദിവസം 1 മണിക്കൂറിനകം അവർ പ്രചാരണത്തിനായി രംഗത്തെത്തി എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ ഇവരുടെ സിറ്റിംഗ് സീറ്റിലെ മത്സരിക്കും എന്ന് ഉറപ്പുള്ള MLA-മാരെല്ലാം VK പ്രശാന്ത്, വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചാരണം തുടങ്ങിയിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ കാര്യം വളരെ കഷ്ടമാണ്. കോൺഗ്രസിന് ഹൈക്കമാൻഡ് പറയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. VD സതീശൻ 24 മണിക്കൂറിനകം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ക്ഷുഭിതനാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ ഇന്നത്തെ പോയിന്റ്, നമ്മുടെ BJP എന്ന് പറയുന്ന പാർട്ടി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വളരെ രസകരമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. രാഷ്ട്രീയ നിരീക്ഷകർക്ക് നിരീക്ഷിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല ആൾക്കാരും തൂക്കുമന്ത്രിസഭ എന്ന് പ്രവചിക്കുന്നുണ്ട്. 0 സീറ്റിൽ നിന്ന് BJP 11 സീറ്റ് പിടിക്കും, 12 സീറ്റ് പിടിക്കും, 9 സീറ്റ് പിടിക്കും, 6 സീറ്റ് പിടിക്കും, 1 സീറ്റും പിടിക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എങ്കിലും ABP സർവേ പ്രകാരം 2 സീറ്റ് BJP പിടിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മെയ് 4 മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും BJPക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ പല സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ആ മണ്ഡലങ്ങളിൽ അവർക്ക് എന്ത് വേണമെങ്കിലും സാധിക്കാം. അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ അവർക്ക് വിജയിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് വിജയിച്ചു കയറാനായിട്ട് സാധിക്കും. അവിടെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പലയിടത്തും നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥാനാർത്ഥികളാണ് അവിടെ 2ാം സ്ഥാനത്തൊക്കെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് BJPക്ക് ഏറ്റവും ശക്തിയുള്ളത്. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബാക്കി മണ്ഡലങ്ങൾ നമ്മൾ പുറകെ ചർച്ച ചെയ്യും. ഇത് വളരെയധികം രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വാമനപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വർക്കല ഈ മണ്ഡലങ്ങളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ മണ്ഡലങ്ങളെല്ലാം BJPക്ക് വളരെയധികം ശക്തിയുള്ള മണ്ഡലങ്ങളാണ്. BJP അവിടെ ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പല സ്ഥലങ്ങളിലും CPM-നെ 3ാമതാക്കിയാണ് 2ാമത് എത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ പലതിലും BJP 1ാമത് എത്തിയതാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാമതെത്തിയ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എടുത്ത മണ്ഡലങ്ങളിൽ ഒന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലും കാട്ടാക്കടയും BJP 1ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ ഒരു വിജയം, ലോക്സഭയിലെ ഈ ഒരു വിജയം ഇങ്ങോട്ടേക്ക് പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ മണ്ഡലങ്ങളായിട്ട് നമുക്ക് ചൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം വർക്കല നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. വർക്കലയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വർക്കല എന്ന് പറയുന്നത് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ 2016 മുതൽ 2011 മുതൽ ഇപ്പോ CPM വിജയിച്ചു വരികയാണ്. 2011 റഹീം അവിടെ നിന്ന് മത്സരിച്ചു. ആ സമയത്ത് BJPയുടെ സ്ഥാനാർത്ഥി അവിടെ പിടിച്ചത് 3000 വോട്ടാണ് 2011. പക്ഷേ 2016 ആകുമ്പോഴേക്കും BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ഇല്ല. BDJS ആണ് സ്ഥാനാർത്ഥി. ആ 3000 വോട്ടിൽ നിന്നും 20,000 വോട്ടിലേക്ക് അവിടെ ഉയർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നും പിന്നീട് വർക്കലയിലേക്ക് 2021 ആയപ്പോഴേക്കും അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. വീണ്ടും ആ വോട്ട് വീണ്ടും കുറഞ്ഞ് 11,000 മാറിയിരിക്കുന്നു. എന്നാൽ 2026 വർക്കല എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഒരു പുതിയ പരമ്പരയാണ് നമ്മൾ ഇന്നിപ്പോ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട, ഇത് മുമ്പായിരുന്നു ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുകയായിരുന്നെങ്കിൽ ധാരാളം ഈ BJP അനുഭാവികളൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഇങ്ങനത്തെ വാർത്തകൾ ചെയ്യരുത്, കാരണം നമ്മുടെ ശത്രുക്കൾ ഇത് മനസ്സിലാക്കും എവിടെയാണെന്ന്. പക്ഷെ ഇന്നിപ്പോ അതിന്റെ കാലഘട്ടം പോയിരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോ ഇതിനകത്ത് ആർക്കും തടയിടാൻ പറ്റില്ല. ക്രോസ് വോട്ടിങ്ങിന് സാധ്യതകൾ ഒട്ടും തന്നെ ഇനിയില്ല നമ്മൾ ഈ പറയുന്ന മണ്ഡലങ്ങളിലൊന്നും. കാരണം അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്താണ് നമ്മൾ പറയുക, അതുക്കും മേലെ പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു നിശ്ചിത ശതമാനം വോട്ട് പിടിച്ചാൽ, ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു 30 മുകളിൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ പിന്നെ അവരെ എത്ര ക്രോസ് വോട്ട് ചെയ്യാനും അസാധ്യമായ ഒരു കാര്യമാണത്. അതിലൊന്നും പിന്നെ പ്രത്യേകിച്ച് നടക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മണ്ഡലങ്ങളൊക്കെ പറയാൻ കഴിയും. ഇവിടെ വർക്കലയെ കുറിച്ചാണ് ധനുഷ് പറഞ്ഞത്. ഈ വർക്കലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ BJP കാലാകാലങ്ങളായി വളർച്ച പ്രാപിക്കുന്ന ഒരു സ്ഥലം. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് വോട്ട് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഇതിനകത്ത് ഈ BDJS പലയിടത്തും അവർ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുമ്പോൾ അവർക്ക് വലിയൊരു BJPയുടെ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റും. പക്ഷേ ഈ BDJS-ന്റെ നേതാക്കളെ പലർക്കും
പലയിടത്തും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് BJP കൊടുക്കുന്നതും മിക്കവാറും A-class മണ്ഡലങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ A-class മണ്ഡലത്തിൽ ആർക്കും അറിയാത്ത ഒരാളെ, അല്ലെങ്കിൽ ഒരു ചെറിയ സർക്കിളിൽ മാത്രം അറിയുന്ന ഒരാളെ അവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് അവർ കാലാകാലങ്ങൾ ചെയ്യേണ്ടത്. അത് ആ പാർട്ടി ചിന്തിക്കണം ഇത് ആരെയാണ്. കാരണം നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആ പാർട്ടിയാണ്. കാരണം അവരെ 10 ദിവസം അടുപ്പിച്ച് കണ്ടാലേ ജനം അത് നേതാവാണെന്ന് കരുതത്തുള്ളൂ. ഇലക്ഷൻ സമയത്ത് വന്ന് ഇന്ന് ഫോട്ടോ ഒട്ടിച്ചാൽ വോട്ട് കിട്ടത്തില്ല. അപ്പോ ഇപ്പൊ അതിനകത്ത് ആകെ അറിയാവുന്ന നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് അപ്പുറം BDJSന്റെ ഒരു നേതാവിന്റെ പേര് പറയുമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അടുത്ത് ചോദിച്ചാൽ അവരാരുടെ പേരാ പറയുന്നത്? ആരുടെയും പേരില്ല. നേരെ മറിച്ച് BJPയിലേക്ക് വരുമ്പോൾ അതല്ല സ്ഥിതി. ഏതൊക്കെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു 30-35 നേതാക്കളെ കണ്ണട ചെയ്ത് പ്രവർത്തനം ആർക്കും പറയാൻ പറ്റും. കാരണം ജനകീയരാണ് അവര്. അതാണ് ആ വർക്കല സംഭവിക്കുന്നത്. ഇത്തവണയും വർക്കലയിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് ആത്മാർത്ഥമായി വർക്ക് ചെയ്യാമെങ്കിൽ വോട്ട് നില ഉയർത്താൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് വർക്കല. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത്ര സ്ഥലമാണ്. അവിടെ BJP 2ാം സ്ഥാനത്തൊന്നും എത്തില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരുപക്ഷെ അതൊരു 10,000-30,000 ഇല്ലെങ്കിൽ 25,000 വോട്ടിനടുത്തെങ്കിലും എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അസാധ്യമായ ഒരു കാര്യമാണത്. നടക്കും, വേണമെന്ന് വെച്ചാൽ നടക്കും. പക്ഷെ അതുകൊണ്ടൊക്കെ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം. അതുകൊണ്ടൊക്കെയുള്ള പ്രവർത്തനം കൂടെ ആണെങ്കിൽ അവിടെ വോട്ട് നില ഉയർത്താൻ പറ്റും. കുറഞ്ഞ പക്ഷം 20,000 വോട്ടെങ്കിലും പിടിക്കാൻ പറ്റും. കാരണം അവിടെ കാണുന്ന കാഴ്ച മുകളിലോട്ട് കയറുമ്പോൾ താഴോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മളോട് കാണുന്നത്. അതെ അതെ, അത് BDJSനകത്തുള്ള തർക്കങ്ങളും പല കാര്യങ്ങളും കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊരു ജനകീയ മുഖമില്ല. പക്ഷെ 2016 ഇതേ സ്ഥാനാർത്ഥി 19,000-20,000 വോട്ട് അവിടെ പിടിച്ചു. അതേ സ്ഥാനാർത്ഥിയാണ് 2021 എത്തിയപ്പോ നേരെ കുറഞ്ഞ് 13,000 വോട്ടിലേക്ക് വന്നത് എന്നുള്ളതാണ്. അല്ല, അതിന് അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയാമോ? BJPക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാറുണ്ട്. BDJS BJPക്കാർ വോട്ട് അവര് പോയിന്റാണ് അവർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. ഇവര് കുടവാണ്, മറ്റേ താമരയാണ്. അപ്പൊ താമരക്കാർ കുടത്തിൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് മണ്ഡലം. ചിറയൻകീഴ് മണ്ഡലത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെയധികം രസകരമാണ് കേട്ടോ. 2011 നമ്മൾ അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആരായിരുന്നു അവിടെ BJP സ്ഥാനാർത്ഥി? 2011 BJP സ്ഥാനാർത്ഥി ഇല്ല അവിടെ. 2011 BJP സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു മണ്ഡലമാണ്. CPIയുടെ മണ്ഡലമാണ്. CPIയുടെ V ശശിയാണ് അവിടെ നിന്നും ജയിച്ചു വരുന്നത്. 2021 വരെയും V ശശി തന്നെയാണ് അവിടെ നിന്നും ജയിച്ചു വരുന്നത്. പക്ഷേ 2016 ആയപ്പോഴേക്കും BJP അവിടെ കാൻഡിഡേറ്റിനെ BJP അവിടെ നിർത്തി. PP വാവയാണ് അവിടെ 2016 നിർത്തിയത്. 19,800 വോട്ടുകൾ അവിടെ പിടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 20,000-ത്തിലടുത്ത് വോട്ട് ആദ്യമായിട്ട് BJP അവിടെ കാൻഡിഡേറ്റിനെ നിർത്തിയപ്പോൾ പിടിച്ചു ചിറയൻകീഴ് മണ്ഡലത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് 2021 BJPയുടെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന ആശാനാഥിനെ അവിടെ നിർത്തി മത്സരിപ്പിച്ചു BJP. ആ സമയത്ത് ആശാനാഥ് അവിടെ പിടിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് ഈ 19,000-ത്തിൽ നിന്ന് ചാടി 31,000 വോട്ടുകൾ പിടിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. 7% വോട്ടാണ് അവിടെ വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. അതേസമയം CPIയുടെ വോട്ടുകൾ അവിടെ INCയുടെ വോട്ടുകൾ അവിടെ വോട്ട് ഷെയർ കുറയ്ക്കാനും സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ ആശാനാഥിന്റെ പേര് അവിടെ കേൾക്കുന്നുണ്ട്. 30,000 വോട്ട് പിടിച്ച് ആശാനാഥ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ചിറയൻകീഴ് ആശാനാഥ് വരികയാണെങ്കിൽ ഈ വോട്ട് നില എത്രത്തോളം ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ചിറയൻകീഴ് മണ്ഡലത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഈ ചിറയൻകീഴ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന് വേരോട്ടമുണ്ടെന്നല്ല, പിൽക്കാലത്ത് നമ്മൾ കണ്ടത് ഈ DHRM എന്നൊക്കെ പറയുന്നത് ധനുഷിന് ഓർമ്മയുണ്ടോ? തിരുവനന്തപുരത്തൊക്കെ വലിയ സംഘടനവും സംഘർഷവും കൊലപാതകവും ഒക്കെ നടന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റ് സംഘടനയായിരുന്നു. അവർക്കൊക്കെ വലിയ വേരോട്ടം ഒക്കെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ സ്പേസിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് SDPI അവര് വലിയ രീതിയിലിട്ട് കടന്നു കയറിയ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ആ ഒരു കടന്നുകയറ്റം എല്ലാം കൂടെ കൊണ്ടാണ് പതുക്കെ അവിടെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടം ലഭിക്കുന്നത്. അവരുടെയൊക്കെ കൂടെ ഒരു അതാണ് അവിടുത്തെ ഒരു ബേസ് പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സിന് മുകളിലേക്കാണ് ഈ പറയുന്ന സംഘപരിവാർ വരുന്നത്. അവിടെ കഴിഞ്ഞ തവണ ഈ ശ്രീമതി ആശാനാഥ് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഡെപ്യൂട്ടി മേയർ അവിടെ മത്സരിക്കുകയും 31,000 വോട്ട് പിടിക്കുകയും ചെയ്തു. ഇത്തവണയും ആശാനാഥിന്റെ പേര് ലിസ്റ്റിലുണ്ട് എന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് ഒരു വ്യക്തത നമുക്കില്ല. ബാക്കി ലിസ്റ്റോടൊക്കെ വന്നാലേ അറിയും. അവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു നില ഇപ്പോൾ കുറച്ചുകൂടെ പഴയ ആശാനാഥ് അല്ല. ഇപ്പൊ കുറച്ചുകൂടെ ജനകീയമായ മുഖമാണ്, ഒരു പോപ്പുലർ ഫേസ് ആണ്. ആശാനാഥ് തിരുവനന്തപുരം എന്നൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും VV രാജേഷ്, ആശാനാഥ് ഇവരെ ജനത്തിന് കൃത്യമായി തന്നെ അറിയാവുന്ന നിലയിലേക്ക് അവർ വളർന്നിരിക്കുന്നു. അവരൊരു എന്താണ് പറയുന്നത്, ഒരു ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആണ് അതിന്റെ കാര്യം. അവരാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ശക്തമായ നിലയിൽ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ജയം പോലും അകലെ അല്ലാത്തൊരു മണ്ഡലമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ പരിഗണിക്കാം.
അവിടെ BJPയുടെ വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം ഈ 31,000 അധികം വോട്ടൊന്നും പിടിക്കേണ്ട, ഒരു 10 വോട്ടോടെ കൂട്ടി കഴിഞ്ഞാൽ 10,000 വോട്ടോടെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ വിജയപരാജയങ്ങളും 3 പേരുടെ കൂടെ വോട്ട് നില വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഈ 20,000 വോട്ട് അവിടെ അഡീഷണൽ പിടിക്കാന്നുണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അത്രയൊന്നും ചിലപ്പോൾ ഒരു പക്ഷെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നല്ല ഒരു പ്രചരണം നടത്തുകയും ഇതൊക്കെ ഒരു മുഖമാണ് അവിടെ വരുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടെ കൃത്യമായി തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചിറയൻകീഴ്. അതായത് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഭാവിയിൽ BJPയുടെ എണ്ണം പറഞ്ഞ് സീറ്റ് ഉറപ്പിക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും ചിറയൻകീഴ്. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ഈ തെരഞ്ഞെടുപ്പല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കാവുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു സീറ്റാണ് ചിറയൻകീഴ്. അത് യാതൊരു സംശയവുമില്ല. അത് BJP നന്നായി വർക്ക് ചെയ്യുകയും നല്ലൊരു മുഖത്തെ അവിടെ സ്ഥിരമായി നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ വിജയം തന്നെ കിട്ടാവുന്ന ഒരു മണ്ഡലമാണത്. അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ആറ്റിങ്ങലിൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് എടുത്ത മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ഇവിടെ 2011 വോട്ടിങ്ങിന്റെ നില എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് ഈ ചിറയൻകീഴിൽ നിന്ന് PP വാവയാണ് ആറ്റിങ്ങലിൽ നിൽക്കുന്നത് 2011. ആ 2011 സ്വതന്ത്രൻ 3ാമതാണ്, BJP 4ാമതാണ്. BJP 4ാമതാണ് 2011 എന്ന് പറയുന്നത്. പക്ഷേ 2016 ആയപ്പോഴേക്കും സാഹചര്യം മാറി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. 2016 ഈ 4ാം സ്ഥാനത്ത് നിന്നും രാജീവ് പ്രസാദിനെ നിർത്തി മത്സരിപ്പിച്ച് BJP 3ാം സ്ഥാനത്ത് കയറി 2016. 2016 കഴിഞ്ഞ് 2021 ആയപ്പോഴേക്കും BJP 3ാം സ്ഥാനത്ത് നിന്നും 2ാം സ്ഥാനത്ത് കയറി. അതായത് 2011 4ാം സ്ഥാനത്ത്, 16 3ാം സ്ഥാനത്ത്, 2021 BJP 2ാം സ്ഥാനത്ത്. അന്ന് P. സുധീറാണ് അവിടെ മത്സരിക്കുന്നത്. 5% വോട്ട് ഉയർത്താൻ P. സുധീറിന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും OS അംബിക അവിടെ ശക്തമായിട്ട് തന്നെ നിൽപ്പുണ്ട്. CPIMന്റെ മണ്ഡലമാണത്. OS അംബികയ്ക്ക് 69,000, ഏകദേശം ഒരു 70,000 വോട്ടിന്റെ ഒരു വോട്ട് അവിടെ ഉണ്ട്. പക്ഷെ BJPയുടെ സുധീറാണെങ്കിൽ ഏകദേശം ഒരു 40,000 വോട്ടിന്റെ ഒരു വോട്ട് മാത്രമാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. RSPയെ 3ാം സ്ഥാനത്താക്കിയിട്ടുണ്ട്. RSPയും BJP, അതായത് 3ഉം 2ഉം സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വെറും 2,000 വോട്ട് മാത്രമാണെന്നുള്ളതാണ്. പക്ഷെ BJP ഗ്രാജ്വലി ഓരോ ഇലക്ഷൻ കഴിയും തോറും 4ൽ നിന്ന് 3, 3ൽ നിന്ന് 2 അങ്ങനെ എത്തുന്ന ഒരു മണ്ഡലം, വളരെ പെട്ടെന്ന് വളർച്ച കാണിക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലം ഇപ്പോ വളരെയധികം BJP പ്രവർത്തകരും ഉറ്റുനോക്കുകയാണ്. അവിടെയുള്ള മറ്റ് പാർട്ടി പ്രവർത്തകരും ഈ മണ്ഡലത്തെ ഉറ്റുനോക്കുകയാണ്. ഇത്തവണ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആറ്റിങ്ങൽ മണ്ഡലം BJP വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തൊരു മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് V. മുരളീധരൻ വന്നു നിന്ന് നന്നായി ഹോംവർക്ക് ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്തൊരു മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നത് അന്നും ഈ ശ്രീ P. സുധീർ തന്നെയാണ്, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി. നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം ആ മണ്ഡലത്തെ കൃത്യമായി അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വളരെ കാലമായിട്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അതിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ്. അപ്പോ ഈ ഇപ്പൊ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ ഒരു 3 ലക്ഷത്തിൽ അടുത്ത വോട്ട് നേടാനായിട്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേടാൻ V. മുരളീധരന് കഴിഞ്ഞിരുന്നു. അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന ആറ്റിങ്ങിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടേക്കാണ് വീണ്ടും വരുന്നത്. അപ്പോൾ ഈ CPMന് ഭയങ്കര അപ്രമാദിത്യമുള്ള ഒരു ഇടം കൂടിയാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. വലിയ ശക്തമുള്ള ഒരു ഇടം കൂടിയാണത്. കാരണം അവർക്ക് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമൊന്നുമല്ല അവിടെ BJPക്ക് വലിയ രീതിയിൽ തന്നെ വോട്ട് ഉയർത്താൻ കഴിയും. ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കണക്കുകൾ വ്യക്തമാകുന്നത് അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കേണ്ടതായി വരും. കാരണം സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിൽക്കുമ്പോൾ ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ അവിടുത്തെ ജനം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷെ ഇപ്പോഴത്തെ ഇതിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുധീറിനെ സംബന്ധിച്ച് പഴയ സുധീർ അല്ല ഇപ്പോഴത്തെ സുധീർ. കാരണം അന്ന് സുധീർ മത്സരിക്കുമ്പോൾ ഈ പറഞ്ഞ 30,000 സംതിങ് വോട്ട് അന്ന് അദ്ദേഹം അവിടെ ഉയർത്തിയിരുന്നു, വോട്ടിംഗ് വർദ്ധിപ്പിച്ചിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ വരുമ്പോഴത്തേനും കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സുധീറാണ്. ആ മണ്ഡലത്തിൽ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും ബൂത്ത് തലം ഉള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്ന ഒരാളാണ്. കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയി എന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ വരുമ്പോൾ സ്വാഭാവികമായി ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അതേ ശതമാനത്തിൽ ഉയർത്തുക ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ BJPക്ക് ഒരു 40-ന് മുകളിലേക്ക് വോട്ട് ഉയർത്താൻ വളരെ ഈസി ആയിട്ട് കഴിയുന്ന ഒരു സ്ഥലമാണ്.
ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ RSPക്കാണ് അവർ സീറ്റ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് അവിടുത്തെ സ്ഥാനാർത്ഥി കൂടെ നമ്മൾ പരിശോധിക്കണം. അദ്ദേഹം വലിയ രീതിയിൽ തന്നെ വോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ഫൈറ്റിലേക്ക് അത് പോകാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, സ്ഥാനാർത്ഥിയുടെ ഒരു ദുർബലത കൊണ്ടും അവിടുത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങളും, ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ധനുഷ് ഒരു പ്രശ്നമുണ്ട്. അതിന് ഈ വല്യേട്ടന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. ഈ വല്യേട്ടന്മാർക്ക് ഇച്ചിരി പ്രശ്നമാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ കോൺഗ്രസിന്റെ തട്ടകത്തിൽ കയറിയിട്ട് ഈ കേരള കോൺഗ്രസിനോ ഇല്ലെങ്കിൽ പിന്നെ മറ്റ് ഘടകകക്ഷികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ള വല്യേട്ടന്മാർക്ക് അത് അത്ര സുഖം വരത്തില്ല. കാരണം അവർ കാലാകാലങ്ങളിൽ കൈപ്പത്തിക്ക് കൊത്തുന്നവരാണ്. കാരണം ഇതിനകത്ത് അവരും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ, എല്ലാ മണ്ഡലത്തിലും സീറ്റ് ആഗ്രഹിക്കുന്നവരുണ്ടാവും. BJPക്കകത്തും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ അവര് നോക്കുമ്പോ ഇത് പുറത്ത് വേറൊരുത്തൻ വന്നിട്ട് കൊടുക്കുന്നു, അതായത് വലിയ ശക്തിയൊന്നും ഇല്ലാത്ത ഒരുത്തിന് ഘടകകക്ഷിക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതൊരു മനപ്രയാസം അവിടെ വരും. അപ്പം അതിപ്രാവശ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആറ്റിങ്ങിൽ. കാരണം ഈ കേരളത്തിൽ ഉടനീളം ഇപ്പൊ കാണുന്ന ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഒരു വലിയ കൺസോൾട്ടേഷൻ ഉണ്ട്. അത് UDFന് അനുകൂലമായിട്ട് തന്നെയാണ്. അവർ പരസ്യമായിട്ട് തന്നെ ആ വിഭാഗം പറയുന്നുണ്ട്. അവരുടെ ജമാഅത്ത് ഇസ്ലാമിയ പല സംഘടനകളായാലും അത്തരത്തിൽ തന്നെയാണ് അവർ നീങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, കോൺഗ്രസും നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ, ധനുഷ് നേരത്തെ പറഞ്ഞ ഈ 70,000 എന്നുള്ള ഈ LDFന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ കഴിയും. കോൺഗ്രസ് അവിടുത്തെ ഒരു ചെറിയ കക്ഷിയല്ല. പിന്നെ അവിടുത്തെ ഇതായതുകൊണ്ടാണ് അവിടെ വരുന്ന കുഴപ്പം. ഈ ഘടകകക്ഷി എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഘടകകക്ഷിക്ക് തന്നെ കുറച്ചുകൂടെ ബെറ്റർ സ്ഥാനാർത്ഥി നിർത്താൻ പറ്റിയാലോ, ഇല്ലെങ്കിൽ അവർ പൊതു സ്വതന്ത്രനെയാണ് നിർത്തിക്കൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ബാക്ക് ചെയ്യുകയാണെങ്കിലോ ഈ പാറ്റേണിൽ ഒരു വ്യത്യാസം വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റിലേക്ക് ആ മത്സരം പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണത്തെ ഗ്രാഫ് അതേപോലെ വരുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഈ നിലവിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ രണ്ടാം സ്ഥാനം സുധീർ നിലനിർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒന്നിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസിന് സ്ഥാനാർത്ഥിയോടെ അവിടെ വരണം, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നമ്മളവിടെ വിലയിരുത്തണം. കാരണം കോൺഗ്രസിന് വോട്ടില്ലാത്ത ഇടമൊന്നും അല്ലത്, അവിടെ ഇയാൾ ജയിച്ചിട്ടുള്ളതല്ലേ, നമ്മുടെ അടൂർ പ്രകാശ് ജയിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ കോൺഗ്രസിന് ആറ്റിങ്ങല് കോൺഗ്രസ് അല്ല അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ, അതാ ഞാൻ പറഞ്ഞത് ഘടകകക്ഷിക്ക് കൊടുക്കുന്നുണ്ടാണ് പ്രശ്നം. അതാണ് ഞാൻ മറ്റേ പുള്ളിയുടെ കാര്യം പറഞ്ഞത്, അടൂർ പ്രകാശിന്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് അടൂർ പ്രകാശ് വോട്ട് കൂടിയില്ലേ, കൈപ്പത്തി. ഞാനതാ എല്ലായിടത്തും വല്യേട്ടന്റെ പ്രശ്നമാണ്. അതാണ് ഈ BDSന്റെ പ്രശ്നവും വല്യേട്ടന്റെ പ്രശ്നമാണ്. അപ്പം അത് സ്വാഭാവികമാണ്. ഇല്ലെങ്കിൽ കുറച്ച് പൊതുസമ്മതനായിരിക്കണം കൊണ്ട് നിർത്തുന്ന ആള്. അപ്പം അതിന്റെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശാണ് അവിടെ ജയിച്ചത് ലോക്സഭയിൽ, കഴിഞ്ഞ ലോക്സഭയിൽ. അവിടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ഒന്നാമതല്ല, അവിടെ BJP ആണ് ഒന്നാമത്. ഇനി നമുക്ക് നോക്കേണ്ടത് മണ്ഡലം, വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കാട്ടാക്കട. കാട്ടാക്കട മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ രസകരമാണ് അവിടുത്തെ കാര്യങ്ങൾ. അവിടുത്തെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണയും മത്സരിക്കുന്നത്. 2011 മുതൽ PK കൃഷ്ണദാസ് തന്നെയാണ് കാട്ടാക്കടയിൽ നിന്ന് മത്സരിച്ച് വന്നിട്ടുള്ളത്. 2011 PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന് 3-ാം സ്ഥാനത്താണ്, പക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്ത് കയറി. MB ജയദലി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 40,000 വോട്ടും PK കൃഷ്ണദാസിന് 22,000 വോട്ടുമാണ് ഉണ്ടായിരുന്നത് 2011. അപ്പോൾ 2016 വരുമ്പോൾ PK കൃഷ്ണദാസ് അവിടെ വോട്ട് ശതമാനം ഉയർത്തി എന്നുള്ളതാണ്, 7% ഈ 22,000 വോട്ടിൽ നിന്ന് 38,700 വോട്ടായി അദ്ദേഹം അവിടെ ഉയർത്തി. അപ്പോഴേക്കും അവിടെ INCയുടെ ശക്തൻ 2-ാം സ്ഥാനത്തെത്തി. 2011 ശക്തനായിരുന്നു അവിടെ ജയിച്ചിരുന്നത്. CPM ആ മണ്ഡലം പിടിച്ചെടുത്തു. കാട്ടാക്കടയിൽ ആ മണ്ഡലം പിടിച്ചു. IB സതീഷാണ് അവിടെ ജയിച്ചത്. 51,614 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. 3-ാം സ്ഥാനത്തിരിക്കുന്ന BJPക്ക് 38,700 വോട്ടുണ്ട്. പക്ഷേ 2021 ആയപ്പോഴേക്കും BJPയുടെ വോട്ടിംഗ് ഷെയർ അവിടെ 3% കുറയുകയാണ് ചെയ്തത്. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്നിവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിനെ ഡീൽ ചെയ്യണം എന്നിവർക്കറിയാം. 38,000 നിന്നും 34,000 ആ വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ഇത്തവണ ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം ഒരു ജനുവരി മാസത്തിലൊക്കെ തന്നെ PK കൃഷ്ണദാസ് അവിടെ വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ നടത്തി തുടങ്ങിയിരുന്നു. PK കൃഷ്ണദാസിനെതിരെ വലിയ വിമർശനങ്ങൾ, PK കൃഷ്ണദാസിനെ തോപ്പിക്കാനായിട്ട് പ്രത്യേകം സോഷ്യൽ മീഡിയ പേജുകൾ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഈ സതീഷിനെ നുണേഷന്റെ ഫലിതങ്ങൾ, നുണേഷൻ 3.0 എന്നൊക്കെ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജ് ഇറക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പേജ് ഇറക്കുന്നു, 2 നുണകൾ ഇടുന്നു, മൂന്നാമത്തെ നുണ ഇടാൻ പറ്റുന്നില്ല, പേജ് പൊട്ടിപ്പോകുന്നു. കാരണം ഫേസ്ബുക്കിൽ മാസമായിട്ട് റിപ്പോർട്ട് ചെയ്തവര് പൊട്ടിക്കുകയാണ് INC. അപ്പൊ അതുപോലെ കാട്ടാക്കടയിൽ ഇവിടെ PK കൃഷ്ണദാസ് വരുമ്പോൾ PK കൃഷ്ണദാസിനെ തോൽപ്പിക്കാനായിട്ട് വലിയ ഒരു പ്രചരണം, അത് സോഷ്യൽ മീഡിയ വഴി ഇവര് പ്രത്യേകം ടച്ച്
ഒഴിഞ്ഞിരുന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 3-ാം സ്ഥാനത്താണ് കൃഷ്ണദാസ്. അവിടെ ഇവർ ജയിച്ചിരിക്കുന്നത്, IB സതീഷ് CPM ജയിച്ചിരിക്കുന്നത് 23,231 വോട്ടിനാണ് ഇദ്ദേഹം ജയിച്ചിരിക്കുന്നത്. കൃഷ്ണദാസിന്റെ വോട്ടിംഗ് നില അവിടെ കുറഞ്ഞിട്ടുമുണ്ട്. ഇത്തവണ കാട്ടാക്കട എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇവിടെ ഇവര് പ്രധാനമായിട്ട് ഉയർത്തുന്ന കാര്യം, ഇവിടെ CPM പ്രധാനമായിട്ട് ഉയർത്തുന്ന കാര്യം, PK കൃഷ്ണദാസ് കാട്ടാക്കടക്കാരനല്ല, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് വന്ന് നിൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് പ്രവർത്തനമാണ് കാട്ടാക്കടയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നാണ് ഇവർ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അല്ല, ചോദ്യത്തിൽ അവിടെ കുറെ BJP-ക്കാരും അത് ചോദ്യം തന്നെ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമുണ്ട്. 2011 മുതൽ ഈ കാട്ടാക്കട തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന കുറെ BJP-ക്കാരുണ്ട്, നേതാക്കന്മാർ. അവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. ഈ കലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇപ്പൊ BJP-യുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് വെച്ചാൽ കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം കാട്ടാക്കട. PK കൃഷ്ണദാസ് കാട്ടാക്കട. അത് BJP ഒന്നും തീരുമാനിക്കണ്ട. തലശ്ശേരിയിൽ നിന്ന് ഇദ്ദേഹം ഈ കാട്ടാക്കടയിൽ നിന്ന് മത്സരിക്കാനുള്ള ചേതോ വികാരം എന്താണ്? അല്ല, സ്ഥാനാർത്ഥികൾ ഇപ്പൊ കുന്നത്തനാട് മത്സരിക്കുന്നത് ബാബു ദിവാരനല്ലേ, അടൂരുകാരനല്ലേ. അപ്പം അത് മത്സരിക്കാം, കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതേ രീതിയിൽ ആ മണ്ഡലത്തെ കൈകാര്യം ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അവിടെ വേരുകൾ ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് ആ ഒരു സമയത്തേക്ക് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാല് മോദി പോലും ഒരുപാട് സമയം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സാധനം അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ അതിനകത്ത് ചില ഭാഗങ്ങൾ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഭാഗമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണദാസ് ഈ പറഞ്ഞതിനേക്കാൾ അല്പം കൂടെ വോട്ട് നില ഉയർത്താനുള്ള സാധ്യതകളാണ് അവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അത്ഭുതം കാട്ടാക്കട സംഭവിക്കുമോ എന്നറിയില്ല. പിന്നെ മറ്റൊരു വിഷയമുണ്ട്, ശക്തൻ ഇപ്രാവശ്യം സീറ്റിൽ ശക്തൻ അടഞ്ഞു നിൽക്കുകയാണ്. ശക്തൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നെ പോലുള്ള തഴയുന്നു. കാരണം അവിടുത്തെ ഒരു നാടാറോട്ടൊക്കെ വളരെ നിർണായകമാണ്. അപ്പോ ശക്തനും മറ്റുമൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും എല്ലാം കൂടെ എങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കാട്ടാക്കട വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സ്ഥലങ്ങളൊന്നുമല്ല. വോട്ട് നില ഉയർത്താം എന്നതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വലിയൊരു അത്ഭുതം സംഭവിക്കുമോ എന്നറിയില്ല. അത്ഭുതം സംഭവിക്കണ വലിയ അട്ടിമറി തന്നെ സംഭവിക്കണം. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഈ ഗ്രാഫ് സ്ഥിരമായി മുകളിട്ട് ഉയർന്നു പോകുന്ന ഒരു സ്ഥലമല്ല അവിടെ. കാരണം ഈ 11 മുതലേ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് ഇപ്പൊ നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി, അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഗ്രാഫ് ഉയർത്തിയാണ് പോകുന്നത്. അവരിതുവരെ താഴ്ത്തിയിട്ടില്ല എങ്ങും ഗ്രാഫ്. പക്ഷെ ഇവിടെ നമ്മൾ 2011 തൊട്ട് 2021 വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഗ്രാഫ് സ്റ്റഡി ആയിട്ടല്ല പോകുന്നത്, കൃത്യമായിട്ടല്ല പോകുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് ഉയർന്നല്ല അത് പോകുന്നത്. ഉയരുന്നു താഴുന്നു ഒരു 6 ആഗ് പോലെയാണ് അത് പോകുന്നത്. അതാണ് അതിന്റെ വേരിയേഷൻ. ഈ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്നത് വേരിയേഷൻ രണ്ടാം. ഈ വേരിയേഷൻ എപ്പോഴും അനുഭാവികളാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്, പ്രവർത്തകർ ആയിരിക്കണമെന്നില്ല. ആ അനുഭാവി വോട്ടുകൾക്ക് വ്യത്യാസം വരുന്നു. പക്ഷെ ഇത്തവണ അതിനകത്തൊരു ചെറിയ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയൊരു അത്ഭുതം സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയകരമാണത്. അടുത്തത് നമ്മുടെ നെടുമങ്ങാട്. ഇത്തവണ വളരെയധികം BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും BJPയുടെ ഒരു റൈസിംഗ് സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തി മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ് നെടുമങ്ങാട്. ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ BJPയുടെ തീപാറുന്ന സാന്നിധ്യമായി മാറിയ യുവരാജ് ഗോകുലാണ് ഇത്തവണ നെടുമങ്ങാട് മത്സരിക്കുന്നത്. നെടുമങ്ങാട് നമ്മൾ പറയുമ്പോൾ GR അനിലിന്റെ മണ്ഡലമാണ്. GR അനിൽ അറിയാം, ശക്തനായിട്ടുള്ള CPI സ്ഥാനാർത്ഥിയാണ്, വളരെ ശക്തനായിട്ടുള്ള CPI സ്ഥാനാർത്ഥി. പക്ഷെ ഇത്തവണ ഇലക്ഷന് അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ പിറകെ മയക്കം പിടിച്ചു പോയി. ഈ അവിടെയുള്ള CPI-ക്കാർ തന്നെ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് വലിയ തിരിച്ചടിയായിപ്പോയി ഇദ്ദേഹത്തിന്. CPI-ക്കാർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഇയാളൊന്നും ചെയ്തു തരുന്നില്ല, അർഹതയില്ലാത്തവർക്കൊക്കെ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ കിട്ടുന്നു, ഞങ്ങൾക്ക് എന്താണ്. അപ്പോൾ ഇയാൾ അമളി മനസ്സിലാക്കി പെട്ടെന്ന് അയാളുടെ കൈയെ പിടിച്ചിട്ട് ദേഷ്യപ്പെടാനൊന്നുമില്ല, നമുക്ക് പരിഗണിക്കാം, നിങ്ങൾ ഒന്ന് സമാധാനപ്പെടും, നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഏരിയയിൽ നിന്ന് സ്കൂട്ടാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് GR അനിൽ. പിന്നെ GR അനിലിനെ കുറിച്ച് ധാരാളം ആരോപണങ്ങൾ ഏറിൽ നിൽപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും 2021 72,742 വോട്ട് അദ്ദേഹത്തിനുണ്ട്. 23,000 വോട്ടിനാണ് അവിടെ GR അനിൽ നെടുമങ്ങാട് ജയിച്ചിരിക്കുന്നത്. ഒരു CPI-യുടെ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ BJP 2016 2021 നമുക്ക് വരാം. 2016 അവിടെ ആരാ മത്സരിച്ചെന്ന് അറിയാമോ ചേട്ടാ? 2016 അവിടെ ഇപ്പോഴത്തെ നമ്മുടെ മേയർ ആയിരിക്കുന്ന VV രാജേഷാണ് അവിടെ മത്സരിച്ചത്. 2016 അദ്ദേഹം അവിടെ പിടിച്ചിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 2011 അവിടെ BJPയുടെ അഞ്ജന 5000 വോട്ട് പിടിച്ചു. ഈ 5000-ൽ നിന്നൊരു കുതിച്ചുചാട്ടമാണ് 2016 ആയപ്പോഴേക്കും VV രാജേഷ് 18% വോട്ട് കൂട്ടിയത്. ഈ 5000-ൽ നിന്ന് 35,000-ലേക്ക് അദ്ദേഹത്തിന് വോട്ട്
നില ഉയർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ഒരു വലിയൊരു ക്രൗഡ് പുള്ളർ അങ്ങനെ ഉള്ള ഒരു സാധനം നമ്മൾ കേട്ടിട്ടില്ല. ഈ ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറഞ്ഞാൽ BJP-യുടെ ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ നേതാവാണ്. എവിടെ വന്ന് നിന്നാലും കണ്ണടച്ചുകൊണ്ട് ജനങ്ങൾ ശോഭാ സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞ് ജാതി മതഭേദമന്യേ ചിലപ്പോൾ വോട്ട് ചെയ്ത് കളയും. പക്ഷേ VV രാജേഷിനെ സംബന്ധിച്ച് 35,000 വോട്ട്, ഒറ്റയടിക്ക് 30,000 വോട്ട് കൂടുക എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ മേയറായിരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു മനുഷ്യനാണ് VV രാജേഷ് എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്താതെ ഇത്രയും വോട്ട് കൂടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അവിടെ JR പത്മകുമാറാണ് നിന്നത്, കുറഞ്ഞു. ഈ 35,000-ൽ നിന്ന് 28,000-ആയിട്ട് വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നെടുമങ്ങാട് അതുകൊണ്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്, വേണമെങ്കിൽ പിടിക്കാം. CPI-യുടെ C ദിവാകരൻ അവിടെ 57,745 വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ സമയത്താണ് BJP-യുടെ VV രാജേഷ് അതിന്റെ നേർപകുതിയിലും അപ്പുറമായിട്ടുള്ള 35,139 വോട്ട് അവിടെ പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ യുവരാജ് ഗോകുൽ അവിടെ വരുമ്പോൾ VV രാജേഷ് അന്ന് ഞാൻ പറഞ്ഞു നമുക്കറിയില്ല VV രാജേഷ് അവിടുത്തെ പ്രവർത്തിക്കുന്നത്, വാർത്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല VV രാജേഷിനെ കുറിച്ചുള്ള. ശോഭാ സുരേന്ദ്രനൊക്കെ വന്ന് നിൽക്കുമ്പോൾ വാർത്തകളുടെ പ്രളയമാണ്. ശോഭ വന്നു, ശോഭയ്ക്ക് ഹാൾ അണിയിച്ചു, ശോഭ പറയുന്ന ഓരോ കാര്യങ്ങൾ പോലും ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കും. ശോഭാ സുരേന്ദ്രന്റെ ബൈറ്റിനായി കാത്തു നിൽക്കും. പക്ഷെ VV രാജേഷ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത്തവണ യുവരാജ് ഗോകുൽ വരികയാണ്. യുവരാജ് ഗോകുൽ BJP-യുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. യുവരാജ് അവിടെ വരുമ്പോൾ ഈ 35,139 എന്ന് പറയുന്ന VV രാജേഷിന്റെ വോട്ട് ഒരു 50,000-ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോ വിജയത്തിന് അടുത്ത് എത്താനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. അതെങ്ങനെ അവിടെ വർക്കൗട്ട് ആവും? VV രാജേഷ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ തന്നെ BJP-യിലെ ഗ്യാരന്റീഡ് കാൻഡിഡേറ്റ് ആണ്, ഗ്യാരന്റി ഉള്ള കാൻഡിഡേറ്റാണ്. ഇപ്പൊ നമ്മൾ ഈ സിനിമാ ഫീൽഡിലാണെങ്കിൽ നമ്മളൊരു സിനിമ നിർമ്മിക്കാൻ പോകണമെങ്കിൽ ഗ്യാരന്റി ഉള്ള നടന്മാരെ വിളിക്കാറുള്ളൂ. ഗ്യാരന്റി, മിനിമം ഗ്യാരന്റി എന്ന് പറയുക. അതായത് ഇന്ന നടൻ അഭിനയിച്ചാൽ ആ പടം ഒരു മിനിമം ഗ്യാരണ്ടി, മുടക്കുമുതൽ തിരിച്ചു കിട്ടും. അതിനാണ് നമ്മൾ മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞതുപോലെ BJP-യിൽ മത്സരിച്ചാൽ വോട്ട് കുറയില്ല, അല്പമെങ്കിലും കൂടത്തേ ഉള്ളൂ എന്നുള്ള മിനിമം ഗ്യാരണ്ടിയിലുള്ള ഒരു നേതാവാണ് VV രാജേഷ്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾ ഉണ്ട് അതില്. പക്ഷെ ഇത് സൂപ്പർ സ്റ്റാർ അല്ല, മിനിമം ഗ്യാരണ്ടി നടൻ. അതായത് എവിടെ കൊണ്ടിട്ട് നിർത്തിയാലും അദ്ദേഹം ഒരു വോട്ടിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു നേതാവാണ്. VV രാജേഷിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ധനുഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ക്രൗഡ് പുള്ളറല്ല VV രാജേഷ്, പക്ഷെ ഹാർഡ് വർക്കറാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രചരണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കൊരു മൂലയിലും പോയിട്ട് അവിടെ, കാരണം അദ്ദേഹം വളർന്നു വന്ന ഒരു സംഘ വഴിയാണ്, ABVP-യുടെ വഴിയാണ്. അപ്പൊ പണ്ട് മുതലേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗങ്ങളിൽ വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അതായത് ഈ ആളുകൾക്കിടയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള തിയറിയാണ്. ഇവിടെ ശ്രീമാൻ യുവരാജ് ഗോകുലും കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായിട്ട്, എനിക്കത് അറിയാവുന്ന ഒരു കേസാണ്, 2 വർഷമായിട്ട് ഈ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മിക്കവാറും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. മിക്കവാറും പോയി എന്ന് പറഞ്ഞാല് അവിടെ വളരെ സജീവമായിരുന്നു ആറ്റിങ്ങൽ. ഒരുപക്ഷെ യുവരാജിന് ആ സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടക്കച്ചവടമായിരുന്നു. കാരണം അതിനു മാത്രം പണിയെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളിലും ഹിന്ദു സംഘടനാ പ്രവർത്തനങ്ങളിലുമൊക്കെ അദ്ദേഹം വളരെ സജീവം. അതായത് എപ്പോഴും നമ്മൾ വേണ്ട ഒരു കാര്യം സ്ഥാനാർത്ഥി എസ്റ്റാബ്ലിഷ്ഡ് ആകുക എന്നുള്ളതാണ്. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ യുവരാജ് ഗോകുൽ നല്ലപോലെ ഇടപെടുന്നുണ്ട്. അവിടുത്തെ ആശുപത്രിയിലെ പ്രശ്നങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന യുവരാജ് ഗോകുൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എസ്റ്റാബ്ലിഷ്ഡ് ആകുക എന്നുള്ള ഒരു സ്ഥാനാർത്ഥി. അത് ഇപ്പം നമുക്കിപ്പം ശോഭാ സുരേന്ദ്രൻ എവിടെ കൊണ്ട് മത്സരിപ്പിക്കും, കാരണം അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷെ യുവരാജ് ഗോകുൽ എന്ന് പറഞ്ഞാൽ ഈ ചാനൽ ചർച്ചയെക്കാളും കുറച്ചു പേർക്ക് അറിയാവുന്നത്, മണ്ഡലത്തിലെ സാധാരണപ്പെട്ടവർക്കിടയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് വേണം, നല്ല ടൈം എടുക്കണം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആകത്തില്ല. പക്ഷെ യുവരാജ് ഗോകുൽ 2 വർഷമായിട്ട് അവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് അവിടെ ഒരു ആശുപത്രിയുടെ വിഷയം വരികയും അദ്ദേഹം അവിടെ സമരത്തിന് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അവിടെ പോകുന്നുണ്ട്. അത് യുവരാജിന് കണ്ടിരിക്കുന്ന മറ്റൊരു വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരിടത്ത് BJP-യുടെ പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്നുണ്ട്, അതേസമയം തന്നെ അദ്ദേഹം ഈ സംഘപരിവാറിന്റെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരേ സമയം കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് ക്വാളിറ്റിയാണ്. അതായത് 2 വിഭാഗത്തെ പുള്ളി ഒന്നിച്ച് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയൊരു ഗുണം. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കാവുന്ന, ഞാൻ ജയിക്കുമെന്നോ തോക്കുമെന്നോ അല്ല ഞാൻ പറയുന്നത്, വലിയ അത്ഭുതങ്ങൾ നടക്കാവുന്ന ഒരു മണ്ഡലം ഈ പറയുന്ന ആറ്റിങ്ങലാണ്. വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ, നെടുമങ്ങാടാണ്. കാരണം വലിയ രീതിയിൽ തന്നെ അവിടെ വോട്ട് ഉയരും. അതിനൊരു കാരണം, ഒന്ന് ഈ യുവാക്കൾ എന്ന് പറഞ്ഞാൽ BJP-യുടെ ഉള്ള യുവ ടീമുകളെ കോർത്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പരിധി വരെ യുവരാജ് ഗോകുലിന് പറ്റിയിട്ടുണ്ട്. ഈ യൂത്ത് ആണല്ലോ ഒരു തെരഞ്ഞെടുപ്പിലെ വലിയ, അതിന് യൂത്താണ്, പിന്നെ ആള് മിടുക്കനാണ്.
വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജേഷ് പിടിച്ച ഈ 35,000 എന്നുള്ള വോട്ട് അതൊരു പഴങ്കഥയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറും. അതിന് മുകളിലേക്ക് ഒരു റെക്കോർഡ് സ്ഥാപിക്കാൻ ഈസി ആയിട്ട് പറ്റും. അതിന്റെ മുകളിൽ ഉള്ള വർക്ക് എങ്ങനെയാണ്? കാരണം അവിടെയൊക്കെ വലിയ സാധ്യതകൾ നെടുമങ്ങാട് നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണത്. കാരണം BJPക്ക് ഇപ്രാവശ്യം ഒരു വലിയ ഹൈ പ്രൊഫൈൽ കിട്ടുന്ന ഒരു മണ്ഡലം നെടുമങ്ങാടാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിന്നത് JR പത്മകുമാറായിരുന്നു. അതും നമ്മൾ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്ന അവരുടെ ഒരു ഉണർവ്, ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് പണിയെടുക്കുന്നതിന്റെ ഒരു റിസൾട്ട്, ഇതെല്ലാം കൂടെ അവിടെ പ്രതിഫലിക്കും. അതായത് വലിയൊരു രീതി ഇത്തവണ ഇല്ലെങ്കിലും അടുത്ത തവണ നെടുമങ്ങാട് BJPയുടെ ഒരു വിന്നിംഗ് സീറ്റായിട്ട് കണക്കുകൂട്ടാൻ പറ്റുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരത്ത്.